ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നിങ്ങൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത ഒരൊറ്റ കാര്യവുമായിട്ടാണ്. എല്ലാ കുട്ടികൾക്കും വേണ്ടതാണ് യൂണിറ്റ് കൺവേർഷൻ അല്ലേ. മീറ്ററിനെ എങ്ങനെയാണ് കിലോമീറ്ററിലോട്ട് മാറ്റുക, കിലോമീറ്ററിനെ തിരിച്ച് എങ്ങനെയാണ് മീറ്ററിലോട്ട് മാറ്റുക. ഇപ്പം 20 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ് അല്ലേ. 3000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്. അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ വീഡിയോയുടെ താഴെയും നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെ താഴെയൊക്കെ വരാറുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ആവശ്യം കൺസിഡർ ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് കൺവേർഷൻസിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മളോട് ചോദിക്കാറ് മീറ്ററിനെ കിലോമീറ്ററിലോട്ടും അല്ലെ കിലോമീറ്ററിനെ തിരിച്ച് മീറ്ററിലോട്ടും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ഷോർട്ട് കട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം മക്കളെ. നമുക്കറിയാം കിലോമീറ്റർ ആണോ മീറ്റർ ആണോ വലുത്. നമുക്കറിയാം അല്ലെ, യൂണിറ്റുകളിൽ തന്നെ സൈസ് ചെറുതും വലുതും ഒക്കെ ഉണ്ട് അല്ലേ, സ്മോളും ബിഗും എല്ലാം ഉണ്ട്. ഇപ്പം കിലോമീറ്ററിനെയും മീറ്ററിനെയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് സ്മോളർ എന്ന് പറയുന്നത് അല്ലേ, സ്മോൾ എന്ന് പറയുന്നത് ആരാണ്? മീറ്റർ ആണ് അല്ലേ, മീറ്റർ ആണ്. അതിലും സ്മോൾ ഉണ്ട് അല്ലേ, ആരൊക്കെയാണ്? സെൻറ്റിമീറ്റർ അതിലും സ്മോൾ ആണ്. ഇനി അതിലും സ്മോൾ ആയിട്ടുള്ള യൂണിറ്റ് ചോദിച്ചാൽ നമുക്ക് പറയാം നമ്മുടെ മില്ലിമീറ്റർ പറയാം. അതിലും ചെറുത് ഒരുപാടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടുപേരെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് വലിയ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിലോമീറ്ററിനെ എടുക്കാം അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ കുറച്ച് വലിയ ദൂരം അല്ലേ, നമ്മൾ കോഴിക്കോട്ട് നിന്നും കൊച്ചിയിലോട്ട് എത്ര ദൂരം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മീറ്ററിലൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് പറയാനുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ വലിയ യൂണിറ്റുകളെ വലിയ അളവുകളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കിലോമീറ്റർ എടുക്കും അല്ലേ. നീളം വലുതാണെങ്കിൽ നമ്മൾ എന്ത് പറയും, കിലോമീറ്ററിലാണ് അതിനെ പറയാറ്. അപ്പം സ്മോൾ പറഞ്ഞു അത് മീറ്റർ ആണ്. ഇനി ബിഗ് ആരായിരിക്കും? കിലോമീറ്റർ ബിഗ് ആണ് അല്ലേ. കിലോമീറ്റർ ആരാണ്? ബിഗ് ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു ട്രിക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി. സ്മോളർ യൂണിറ്റിൽ നിന്നും നിങ്ങളുടെ ബിഗ്ഗർ യൂണിറ്റിലോട്ടാണ് മാറ്റാൻ പറഞ്ഞതെങ്കിൽ എന്താണ്, സ്മോളിൽ നിന്നും ബിഗ്ഗറിലോട്ടാണ് മാറ്റാൻ പറഞ്ഞതെങ്കിൽ ഫോർ എക്സാമ്പിൾ മീറ്ററിൽ നിന്നും കിലോമീറ്ററിലോട്ടാണ് നിങ്ങൾ മാറ്റാൻ പറഞ്ഞതെങ്കിൽ അവിടെ എപ്പോഴും ഡിവിഷൻ ആയിരിക്കും. ഡിവിഷൻ ആണ് നടക്കുക. തിരിച്ച് എന്താണ്, ബിഗ്ഗറിൽ നിന്നും അല്ലെ, ബിഗിൽ നിന്നും എങ്ങോട്ട്, സ്മോളിലോട്ടാണ് നിങ്ങളോട് മാറ്റാൻ പറഞ്ഞതെങ്കിൽ ഫോർ എക്സാമ്പിൾ കിലോമീറ്ററിൽ നിന്നും മീറ്ററിലോട്ടാണ് നിങ്ങളോട് മാറ്റാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നതാണ്. മൾട്ടിപ്ലിക്കേഷൻ. ഈ ഒരു സുന്ദരമായിട്ടുള്ള ഷോർട്ട് കട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നമ്മുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയോളൂ മക്കളെ. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രാധാസ് ഹോം ആൻഡ് ഹെർ സ്കൂൾ ഈസ് 3000 meter. Express this distance in kilometer. അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്? ഇതിലോട്ടാണ് അല്ലേ. നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്, മീറ്ററിൽ നിന്നിട്ട് കിലോമീറ്ററിലോട്ട് മാറ്റണം. സ്മോളിൽ നിന്നും ബിഗിലോട്ടാണ്. അപ്പോൾ എന്താണ്, ഡിവിഷൻ ആണ്. ഓക്കെ, ഡിവിഷൻ ആണ് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ആ കാര്യം നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച മക്കളെ, മീറ്ററിൽ നിന്നും കിലോമീറ്ററിലോട്ട് അല്ലെ തിരിച്ച് ചോദിക്കാറ്, കിലോമീറ്ററിൽ നിന്നും മീറ്ററിലോട്ട് ആണെങ്കിൽ നമുക്കറിയാം മീറ്ററിനെ കിലോമീറ്ററിലോട്ട് മാറ്റുന്ന സമയത്ത് അത് ഡിവിഷൻ ആണ്. എത്ര കൊണ്ടാണ് ഡിവിഷൻ ചെയ്യേണ്ടത്? 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. തിരിച്ചാണെങ്കിലോ ഇൻറ്റു എത്ര കൊണ്ടാണ്? 1000 കൊണ്ടാണ്. ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഏത് കൊമ്പൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നോക്കിയോ, 3000 മീറ്ററിനെ കിലോമീറ്ററിലോട്ട് മാറ്റണം. മീറ്ററിനെ കിലോമീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ ഡിവിഷൻ ആണ്. എത്ര കൊണ്ടാണ്? 1000 കൊണ്ടാണ്. അപ്പം 3000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 0 കട്ട്, വി വിൽ ഗെറ്റ് 3 എന്ന് കിട്ടും. 3 കിലോമീറ്റർ ഈസ് ദി ആൻസർ. എത്ര സിമ്പിളാ അല്ലേ. അപ്പോൾ ഒറ്റ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. സ്മോളിൽ നിന്നും ബിഗിലോട്ടാണെങ്കിൽ ഡിവിഷൻ ആണ്, ബിഗിൽ നിന്നും സ്മോളിലോട്ടാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആദിലിൻ്റെ വീടും അവൻ്റെ സ്കൂളും തമ്മിൽ 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. എത്രയാണ്? 4 കിലോമീറ്റർ ആണ് അല്ലേ. അതിനെ എങ്ങനെ പറയണം? മീറ്ററിൽ പറയണം. അത് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കിലോമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ ഇൻറ്റു 1000 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 × 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 4000 മീറ്റർ എന്ന് നമുക്ക് സുന്ദരമായിട്ടുള്ള ആൻസറും കിട്ടിക്കഴിഞ്ഞു.
ഇത്ര സിമ്പിൾ ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അനൂസ് ഹോം. ഓക്കെ, അനുവിൻ്റെ വീടും സ്കൂളും തമ്മിൽ 3250, 3250 അല്ലേ, 3250 ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനെ എങ്ങോട്ട് മാറ്റണം? കിലോമീറ്ററിലോട്ട് മാറ്റണം. 3250 അല്ലേ മീറ്റർ, 3250 അല്ലേ. ഓക്കെ, അതിനെങ്ങോട്ട് മാറ്റണം? കിലോമീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ നമുക്കറിയാം മീറ്ററിനെ കിലോമീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ അവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ആണ്. സോ സിമ്പിൾ ആയിട്ട് 3250 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുന്ന സമയത്ത് 00 കട്ട് ചെയ്ത് പോകുന്നു. ബാക്കി ആരാണ്? 325 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ എത്ര കിട്ടുക? എത്ര കിട്ടും? 100ൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആൻസറിൽ എങ്ങനെ വേണം? പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് അല്ലെ പോയിന്റ് നമ്പേഴ്സ് വേണം. സോ 3.25 കിലോമീറ്റർ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. എത്ര സിമ്പിളാണെന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ സിമ്പിളായിട്ടാണ് അല്ലേ, വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റിതുസ് ഹോം ആൻഡ് ഹെർ സ്കൂൾ ഈസ് 24,000 മീറ്റർ, 24,000 മീറ്റർ ആണ്. എക്സ്പ്രസ് ദിസ് ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ അല്ലെ. എന്താ ചെയ്യേണ്ടത്? 24,000 മീറ്ററിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ദിസ് ഈസ് എ ഹോംവർക്ക് ഫോർ യു. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിടണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഫിസിക്സിൽ വേറെ എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യം, ഏത് ലൈവുകളാണ്, ഏത് ചാപ്റ്ററിനാണ് ആവശ്യം, എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം. അത് മാത്രമല്ല, ഏതെങ്കിലും കുട്ടികൾ വീഡിയോ കണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും അല്ലെ ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ നിങ്ങൾ ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു സോ മച്ച്.